എഞ്ചിനീയറിംഗ് ഫാർമസി പ്രവേശനത്തിനുള്ള കീം പരീക്ഷാ ഫലം ഇന്ന് പ്രഖ്യാപിക്കില്ല. CBSE റീവാലുവേഷൻ ഫലവും സമർപ്പിക്കാൻ സമയം നൽകും. തീരുമാനം വിദ്യാർത്ഥികളുടെ അഭ്യർത്ഥന മാനിച്ച് ഒരാളുടെയും അവസരം നഷ്ടമാകില്ലെന്ന് ഉന്നത വിദ്യാഭ്യാസ മന്ത്രി റോജി എം ജോൺ. പുതിയ ഫലപ്രഖ്യാപന തീയതി പിന്നീട് അറിയിക്കും. വീര്യം കുറഞ്ഞ മദ്യത്തിന് നികുതി ഇളവ് നൽകിയ തീരുമാനത്തിൽ മുഖ്യമന്ത്രി പിന്നോട്ട് പോയേക്കും. കൂടിയാലോചനകൾ ഉണ്ടായില്ലെന്ന് കോൺഗ്രസിൽ ആക്ഷേപം. അതൃപ്തി പരസ്യമാക്കി KC വേണുഗോപാലും മുഖ്യമന്ത്രിയോട് വിയോജിച്ച് എക്സൈസ് മന്ത്രിയും. കശുവണ്ടി കോർപ്പറേഷൻ അഴിമതിയിൽ മുൻ വ്യവസായ വകുപ്പ് പ്രിൻസിപ്പൽ സെക്രട്ടറി APM മുഹമ്മദ് ഹരീഷിനെതിരെ കടുത്ത ഭാഷയിൽ ഹൈക്കോടതി. ഉത്തരവ് മനസ്സിലായില്ല എന്ന് ചോദ്യം. നിരുപാധികം മാപ്പ് ചോദിച്ചിട്ടും കോടതി വിട്ടില്ല. രേഖാമൂലം വിശദീകരണം വേണം. പ്രോസിക്യൂഷൻ അനുമതി ഉത്തരവ് പുതിയ വകുപ്പ് സെക്രട്ടറി ഹാജരാക്കണമെന്നും കോടതി. കണ്ണൂർ വാണിയപ്പാറ പള്ളി സെമിത്തേരിയിലെ ദുരൂഹതകളുടെ ചുരുളഴിക്കാൻ പോലീസ്. കല്ലറയിൽ നിന്നും ലഭിച്ചത് കാണാതായ സിജോസ് കറിയുടെ മൃതദേഹമെന്ന് സംശയിച്ച കുടുംബം. ജോസിന്റെ തിരോധാനത്തിൽ 7 വർഷം മുമ്പ് പരാതി നൽകിയിട്ടും നടപടി ഉണ്ടായില്ല. കല്ലറയിലെ പായിൽ പൊതിഞ്ഞ വസ്തു പരിശോധിക്കണമെന്ന് പള്ളി വികാരിയും ഇടവക അംഗങ്ങളും. അമ്മ സംഘടനയിലെ തർക്കത്തിൽ ശ്വേതാ മേനോൻ അൻസിബയുടെ മുന്നിൽ മുട്ടുമടക്കിയെന്ന് മാലാ പാർവതി. എല്ലാ അംഗങ്ങളും അൻസിബയ്ക്കൊപ്പം നിന്നുവെന്നും മാലാ പാർവതി. ശ്വേതാ മേനോൻ ഇന്ന് മാധ്യമങ്ങളെ കാണാൻ സാധ്യത. വാട്സപ്പ് ഗ്രൂപ്പിലെ രാജ്യപ്രഖ്യാപനം നടത്തി ലക്ഷ്മി പ്രിയ. KSRTC പ്രിയദർശിനി സൗജന്യ യാത്ര തുടരാം. എതിർപ്പുന്നയിച്ച പൊതു താൽപര്യ ഹർജി തള്ളി ഹൈക്കോടതി. ഉമ്മൻചാണ്ടി ആരോഗ്യ ഇൻഷുറൻസിൽ സ്വകാര്യ ആശുപത്രികളെയും പങ്കാളികളാക്കുമെന്ന് മുഖ്യമന്ത്രി. 10 കോടി അനുവദിച്ചത് പദ്ധതി റിപ്പോർട്ടുണ്ടാക്കാൻ. പദ്ധതി നടപ്പാക്കുക വിശദമായ ചർച്ചയ്ക്കു ശേഷം. പകർച്ചപ്പനി ആയുധമാക്കി പ്രതിപക്ഷം നിയമസഭയിൽ. ഉത്തരവാദിത്തങ്ങളിൽ നിന്നും സർക്കാർ ഒളിച്ചോടുകയാണെന്ന ആരോപണം. 10 വർഷം തകർത്ത സിസ്റ്റത്തെയാണ് നേരെയാക്കാൻ ശ്രമിക്കുന്നതെന്ന് മന്ത്രി.